തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ CPM നേതൃത്വത്തിനെതിരെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനം. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം എം വി ഗോവിന്ദന്റെ MLA ഓഫീസിന്റെ പ്രവർത്തനം, ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്നിവയ്ക്കെതിരെ കടുത്ത അതൃപ്തിയാണ് യോഗത്തിൽ ഉയർന്നത്. ബ്രാഞ്ച് സെക്രട്ടറി പോലും ആകാതെ KK രാഗേഷ് ജില്ലാ സെക്രട്ടറി ആയതാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്നും കമ്മിറ്റി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, തളിപ്പറമ്പിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, തളിപ്പറമ്പിലെ പാർട്ടി ഘടകങ്ങളിൽ കടുത്ത അതൃപ്തി ഉണ്ടാവുകയാണ്. തോൽവിയുടെ കാരണങ്ങൾ മുതിർന്ന നേതാക്കളുടെ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം ഒന്നുകൊണ്ട് എന്നത് മാത്രം എന്ന് വിമർശിക്കുകയാണ്. മാധു, അങ്ങനെ തന്നെയാണ്. ചരിത്രത്തിലില്ലാത്ത വിധം വലിയ പരാജയമാണ് കണ്ണൂരിൽ CPM LDF നേരിട്ടത്. അത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും അതിരൂക്ഷമായ വിമർശനമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിപ്പോൾ ഏരിയ കമ്മിറ്റിയിലും സമാനമായ രീതിയിലുള്ള വിമർശനം അത് അംഗങ്ങളിൽ നിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ചേർന്നത്. അവിടെ കൃത്യമായ രീതിയിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും KK രാഗേഷിനെയും പേരെടുത്ത് വിമർശിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനമുണ്ടായി. അവിടെ PK ശ്യാമള എന്ന സ്ഥാനാർത്ഥിയെ MV ഗോവിന്ദന്റെ ഭാര്യയാണ്. അവർ തോൽക്കുമെന്നറിഞ്ഞിട്ടും അവരെ മത്സരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്വീകാര്യതയും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. MV ഗോവിന്ദന്റെയും PK ശ്യാമളയുടെയും ശരീരഭാഷ ഒന്നാണ് എന്നും അംഗങ്ങൾ വിമർശിച്ചു. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം അത് നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു മറ്റൊരാവശ്യം. ഇതിൽ MV ഗോവിന്ദൻ MLA ആയിരിക്കുന്ന സമയത്ത് ആ ഓഫീസിലെ പ്രവർത്തനത്തിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് അംഗങ്ങൾ പ്രതികരിച്ചത്. അവിടെ വോട്ട് കൂട്ടാനുള്ള ഒരു ഇടപെടലായിരുന്നില്ല ഈ MLA ഓഫീസിലെ ആൾക്കാരിൽ നിന്നുണ്ടായത്. മറിച്ച് വോട്ട് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ ഓഫീസിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ മാറി. ഒപ്പം തന്നെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കൊണ്ടുവന്നത്. പക്ഷേ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ പ്രവർത്തനങ്ങളിലും ആളുകൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. ഇതും തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയെന്നും അംഗങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. കൂടാതെ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനെതിരെയും ഈ വിമർശനങ്ങളുടെ മുന നീണ്ടു. ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ആകാത്ത KK രാഗേഷ് നേരെ ജില്ലാ സെക്രട്ടറിയായി മാറിയതാണ് ഇത്തരം തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കുറ്റപ്പെടുത്തലായി ഒരു വിമർശനമായി മാറിയിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ വിമർശനങ്ങളുടെ മുന നീളുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം. കാരണം ഇവിടെ നേരിടേണ്ടി വന്ന പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഇനി എന്താണ് നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനം എന്നതും ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കാൻ കഴിയുന്ന കാര്യമാണ്.